ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റ് പിങ്ക് കളറുണ്ട് ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ഇപ്പോൾ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടി ആദ്യം ചെയിൻ ഇട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൽ ഞാൻ 150 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 150 ചെയിൻ ഇട്ട് വയ്ക്കാൻ. ഇതാ 150 ചെയിൻ ഇട്ട് വെച്ച് ഞാൻ ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതേമാതിരി ഞാൻ ഓരോന്നിനുള്ള കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവന്നു. ഇനി അടുത്ത ചെയ്യുന്ന ഇതിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ 3 ചെയിനിട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് മൂന്ന് ചെയിനായില്ല, 3 ഡബിൾ ക്രോഷ്യ. നാലാമത്തേൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. എന്നാലേ ഇതാവുള്ളൂ, റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആയിപ്പോവും. അതിനെക്കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ക്രോഷ്യ ചെയ്ത് പിന്നെ നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നല്ല റൗണ്ട് ഷേപ്പ്. അതേമാതിരി ഞാൻ ഡബിൾ ക്രോഷ്യയിൽ ചെയ്തെടുത്ത് റൗണ്ട് ഫുള്ളായിട്ട്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചുവപ്പ് കളർ എടുത്തിട്ടാണ്. അപ്പോൾ കളർ മാറ്റിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങി വെച്ചെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ അവസാനിപ്പിച്ചില്ല. ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യും. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. ആ ചെയിനിൻ്റെ മുകളിൽ നിന്ന് തന്നെ 3 ഡബിൾ ക്രോഷ്യം കൊണ്ട് 2 ഡബിൾ ക്രോഷ്യങ്ങൾ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ 1 ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിനെ കൊണ്ട് 2 കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 3 എണ്ണം ഇതേമാതിരി വന്നു. അതിന് അടുത്ത് 2 ചെയിനിട്ടിട്ട് 2 ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. അതിൻ്റെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക.
ഇതേമാതിരി വന്ന് പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ഇത് ചെയ്തിട്ടിട്ട് 2 ഒഴിവാക്കി മൂന്നാമത്തേൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ 3 വെച്ച് ചെയ്ത് കൊണ്ടുവരിക. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു കൊണ്ട് ചുവപ്പിനെ കൊണ്ട് ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇനി അടുത്ത വേറെ കളർ ഈ പിങ്ക് കളർ, പിങ്കല്ല ഒരു പർപ്പിൾ കളർ. ഇവിടെ തന്നെ ചെയ്യും, ഈ ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ ചെയിനിൽ ചെയ്ത് കൊടുക്കുക. ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ. അതേമാതിരി ചെയ്തെടുത്തുകൊണ്ട് പിന്നെ വീണ്ടും 3 ചെയിനുണ്ട്. ആദ്യം ഇത് വട്ടം റൗണ്ട് കൂടി വരുന്നതിനെ കൊണ്ട് 3 ചെയിനിട്ടിട്ട് വേണം അടുത്ത റൗണ്ട് ചെയ്യണമെങ്കിൽ, എന്നാലേ റൗണ്ടായിട്ട് വരുള്ളൂ. അപ്പോൾ 3 ചെയ്തെടുത്തതാ. 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ വീണ്ടും 3 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കും. ഇതേമാതിരി ഞാനിത് ഇത്രയും റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് അടുത്ത ഈ മഞ്ഞ കളറിനെ കൊണ്ടാണ് ചെയ്യുന്നത്. മഞ്ഞ കളർ കൊണ്ട് ഇവിടുന്ന് ഈ ചെയിൻ ഉണ്ടല്ലോ 3 ചെയിനിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വന്നിട്ട് ചെയിനിടുക, 4 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ അവിടുത്തെ ഈ ചെയിനിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ വീണ്ടും 4 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഈ സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ ഈ സിംഗിൾ ക്രോഷ്യേൻ്റെ നമ്മൾ ചെയിനിട്ട് വെച്ചതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വരും. നാല് ചെയിനിട്ടിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ നമ്മൾ ചെയ്തെടുത്ത് ഇവിടെ ജോയിൻ്റ് ആക്കിയാലും നടുക്കിലിങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയിൻ ഇട്ടിട്ട് ജോയിൻ്റ് ആക്കി കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയിൻ ഇട്ട് വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ചെയിൻ ഇട്ട് വെച്ചു 2 സൈഡിലും. ഇനി അടുത്ത ചെയ്യുന്ന അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് വെച്ചാൽ ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവരണം. സ്റ്റാർട്ട് ചെയ്യുക 2 ഇത് അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയില്ലേ. വീണ്ടും ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ ഇടുക. വീണ്ടും ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് വയ്ക്കുക. നാലെണ്ണം ചെയ്ത്
വീണ്ടും ഒരു ചെയിൻ ഇടുക. അതേമാതിരി വന്ന് ഇതിപ്പോൾ 6 ഇനി ഒരു ചെയിൻ ഇടുക. 7 ചെയ്തെടുക്കണം. ഒന്നും കൂടെ സ്ഥലമുണ്ട്. കണ്ടോ, ഇതേമാതിരി വന്നു. ഒരു ചെയിൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ അടുത്തൊരു ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഈ നടുക്കിലുള്ളതിൻ്റെ മുകളിൽ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇതിൻ്റെ മുകളിൽ തന്നെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് അവിടെ ജോയിൻ്റ് ആക്കി. ഇവിടെ കണ്ടോ, ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെയിനും കൂടി 4 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മാതിരി ഡബിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ്റ് ആക്കുക. അങ്ങനെ വന്നില്ലേ. ഒന്നും കൂടെ ചെയ്തെടുക്കണേ. 2 വേണം അങ്ങനത്തെ. 2, 3, 4 ഇതിൻ്റെ മുകളിൽ ചെയ്ത് ജോയിൻ്റ് ആക്കി. ഇങ്ങനെ വന്നു. അടുത്ത ചെയ്യുന്ന വിധം അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിൻ 7 ഡബിൾ ക്രോഷ്യ. ഇവിടെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ അല്ലേ ചെയ്ത്, അതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ ഇട്ടിട്ട് തന്നെ 6 ഒന്നും കൂടെ ചെയ്യണം. ആ 7 ഡബിൾ ക്രോഷ്യ ഇവിടെ ഞാൻ ചെയ്തെടുത്തു. ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ നടുക്കുള്ള ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കും. ഇവിടെ ചെയ്ത മാതിരി തന്നെ. പിന്നെ വീണ്ടും ഇതേമാതിരി 2 ചെയിൻ ഇട്ടിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. 4 ചെയിൻ ഇടണം. 4 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ നടുക്ക് ജോയിൻ്റ് ആക്കി. വീണ്ടും 4 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അതേമാതിരി ഇവിടെ 7 ജോയിൻ. അങ്ങനെ ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ട് 2 ചെയിന് ഡബിൾ ക്രോഷ്യ അങ്ങനെ മാറി മാറി ചെയ്ത് കൊണ്ടുവരണം. ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വെച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അതിൻ്റെ 7 ഡബിൾ ക്രോഷ്യ ഉള്ളത് അതിൻ്റെ മുകളിൽ നിന്ന് ആദ്യത്തെ അതിൻ്റെ മുകളിൽ ചെയ്യും. ഒരു ചെയിൻ ഇടുക. അതിന് ചെയിൻ ഇട്ടിട്ട് ഇവിടെ നമ്മളൊരു ചെയിൻ ഇട്ട് വെച്ചിട്ടുള്ള ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ നമ്മൾ ചെയ്തെടുത്താൽ ആ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അടുപ്പിച്ച് ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഈ ചെയിനിൻ്റെ ഉള്ളതിലുള്ള ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ ഇടുക.
ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാത്തിൻ്റെ മുകളിൽ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണും. അതേമാതിരി ഞാൻ ഓരോന്നിനുള്ളിൽ കൂടി ഇത്രയും ഡബിൾ ക്രോഷകൾ വന്നപ്പോൾ അടുത്ത് അവിടെ ഞാൻ ഒരു ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ചെയിൻ ഇട്ടിട്ട് ഈ രണ്ട് ചെയിനുകളുണ്ട് അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ കുളനടുക്കിൽ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നു. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്തതേമാതിരി തന്നെ 4 ചെയിൻ ഇടുക. 4 ചെയിൻ ഇട്ടിട്ട് അത് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി. സിംഗിൾ ക്രോഷേ കൊടുത്തിട്ടാണ് ഞാൻ ജോയിൻ്റ് ആക്കണേ. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് അത് ഇവിടുത്തെ ഇതുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇനി വീണ്ടും ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇത് അതിന് ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതെവിടെ അങ്ങനെ ഒരു ഡബിൾ ക്രോഷേ വരും. അങ്ങനെയാണ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ഓരോന്ന് ചെയ്തെടുക്കുക. ഇവിടെ അങ്ങനെ ഒറ്റയൊന്ന് വരും. അങ്ങനെ ചെയ്തെടുത്ത് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ടാവും.